നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകളിൽ ജനിച്ച ഒരാണുങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം കേട്ടോ. കാരണം എൻ്റെ പ്രശ്നവിധിയിൽ ചില പുരുഷ നക്ഷത്രക്കാർക്ക് ചില യോഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ നാളുകളിൽ ജനിച്ച ആണുങ്ങൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീടിന്, അവരുടെ ജീവിതത്തിന് വലിയ ചില സൗഭാഗ്യങ്ങൾ, വലിയ ചില ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ആ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ നാളുകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണ്. അവരുടെ ജീവിതം രക്ഷപ്പെടും, ആ വീട് രക്ഷപ്പെടും എന്ന സാരം. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് എൻ്റെ പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടിരിക്കുന്നത്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം അച്ചിട്ടായിട്ട് നടക്കും. എൻ്റെ നാവ് പൊന്നാകും, എൻ്റെ പ്രവചനം തെറ്റില്ല. ഏറ്റവും സത്യമുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, നാളുകൾ ഒന്നൊന്നായിട്ട് പറയാം. കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അന്നേരം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം സത്യമുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ രോഹിണിക്കാരനായ ഒരു പുരുഷനുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള മനംമടുപ്പുകൾ, മനപ്രയാസങ്ങൾ അങ്ങേയറ്റം എത്തി മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ നിലവിൽ അവർക്കുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം ചില വേണ്ടാത്ത വിചാരങ്ങളൊക്കെ മനസ്സിലിട്ടിങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രോഹിണിക്കാരെന്ന് പറയുന്നത്. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചോണം. കാരണം ഈ ഒരു ജൂൺ മാസം കഴിഞ്ഞ്, ഒരു ജൂലൈ കഴിഞ്ഞ്, ഒരു ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഇവർക്ക് വലിയ സമയമാറ്റം വരാൻ പോവുക. കഷ്ടകാലം കറങ്ങിയടിച്ച് ഈ 2 മാസം കൊണ്ട് തീരാൻ പോവുക. ഈ ജൂൺ ജൂലൈ കൊണ്ട് തീരാൻ പോവുക. ഓഗസ്റ്റ് ആവുമ്പോഴേക്കും സമയമാറ്റം എത്തുകയായി. ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയത് പലതും ഇവർ വീണ്ടെടുക്കുകയും തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന കാലം ഉദിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇവരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഗതിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും ആശങ്കകളും, ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാതെ കലങ്ങി മറിഞ്ഞ ഒരു ജീവിതമാണ് രോഹിണിക്കാരുടേത് ഉള്ളത് എന്ന് പറയുന്നത്. രോഹിണിക്കാരായ ആണുങ്ങൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന മനസ്സിലാവും. ഒന്നിലും ഉറച്ചു നിൽക്കാതെ, അല്ലെങ്കിൽ ഒരിടത്തും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാതെ, ചെയ്യുന്ന കർമ്മ മേഖലയിൽ ഒരു രീതിയിലും ഒരു നേട്ടങ്ങളില്ലാതെ, അല്ലെങ്കിൽ നേട്ടങ്ങളുടെ ഒന്നും ഫലം അനുഭവിക്കാൻ സാധിക്കാതെ, ഒന്നും എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ല എന്നൊരവസ്ഥയിലൂടെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കഷ്ടകാലം കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിണിക്കാർക്ക്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? രോഹിണിക്കാരാണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഈ വീഡിയോ കാണുന്ന രോഹിണിക്കാർ പുരുഷന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതിനൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുക. ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാവും കേട്ടോ. ഓഗസ്റ്റ് മാസം ആവുമ്പോഴേക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധി, മനസ്സിൽ ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും പൂവണിയും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയത് പലതും തിരിച്ചു പിടിക്കും. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുണ്ട് രോഹിണിക്കാർക്ക്. വീട്ടിനടുത്ത് വിഷ്ണു അമ്പലങ്ങളോ അവതാര ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴണം. ഭഗവാൻ കൂടുണ്ട്, ഒരു ആപത്തും വരുത്തത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളിപ്പം മനസ്സ് മടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നടന്നു കിട്ടുമെന്നാണ് കാണുന്നത്. ജഗദീശ്വരനൊപ്പമുണ്ട്, സർവം മംഗളമായി കിട്ടുമെന്നാണ് പ്രശ്നത്തിൽ കാണാൻ സാധിക്കുന്നത്. എൻ്റെ നാവ് പൊന്നാവും, മഹാവിഷ്ണു നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും, സർവം ഗംഭീരമായി കിട്ടാൻ പോവുകയാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ, ആഗ്രഹ സാഫല്യത്തിൻ്റെ, ഉദ്ദിഷ്ടകാര്യസിദ്ധിയുടെ കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളെ ഈശ്വരൻ കൈപിടിച്ചുയർത്തും, നന്നായി വരും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാരനായ ഒരു പുരുഷൻ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മൊത്തം ഉയർച്ച ആരംഭിക്കാൻ പോവുക കേട്ടോ. ഏറ്റവും സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. രേവതിക്കാരനായ ഒരാണ് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ നക്ഷത്രക്കാരൻ്റെ പ്രഭയിൽ ആ വീട് രക്ഷപ്പെടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ ഭർത്താവോ മകനോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും നിങ്ങളുടെ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഒരേ ഭവനത്തിലാകണം ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ആ നക്ഷത്രക്കാരൻ്റെ ചൈതന്യം കൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉയർച്ച വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ടകശനിയിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രക്കാരനുണ്ട്, അല്ലെങ്കിൽ ജാതകത്തിൽ ഏറ്റവും മോശ സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രക്കാരൻ വീട്ടിലുണ്ട് എന്നിരിക്കട്ടെ, അവരുടെ ജാതക ദോഷം വരെ, അവരുടെ ശനി ദോഷം വരെ ഈ നാളുകാരുടെ സാന്നിധ്യത്താൽ മാറിക്കിട്ടും. ആ വീട്ടിലെ ഓരോ അംഗത്തിനും ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം, വളരെ വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച, ആ വീടിന് മൊത്തത്തിൽ വരുന്ന സന്തോഷവും സൗഭാഗ്യവും കൈവരുമെന്നാണ് പറയുന്നത്. ഈ രേവതിക്കാരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണ് രേവതിക്കാരനായ പുരുഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരും. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം ഭാഗ്യമായി തീരുകയും ചെയ്യുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ നക്ഷത്രം. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ഈ രേവതി നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലാണ് ചോതി നക്ഷത്രക്കാരുടെയും കാര്യം എന്ന് പറയുന്നത്. അതായത് ചോതി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സൗഭാഗ്യമാണ് എന്ന് കണ്ണടച്ച് പറയാൻ സാധിക്കും. അത്തരം ഒരു കാലത്തിലേക്കാണ് ചോതി നക്ഷത്രം നടന്നെടുക്കാൻ പോകുന്നത്. ഇനി ഏതാണ്ട് ഒരു 2 മാസക്കാലം കഴിയുമ്പോഴേക്കും ചോതിക്കാരുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ചില സംഭവ വികാസങ്ങൾ നടക്കും എന്നുള്ളതാണ്. എന്താണ് സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്? ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വരുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ ചില കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴി അല്ലെങ്കിൽ ഒരു ഗതി തന്നെ മാറ്റിവിടുന്ന രീതിയിൽ ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിലൊരു ചോദ്യക്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഉറപ്പായിട്ടും പറയണം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ 100% മനസ്സർപ്പിച്ച് ധൈര്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറയണം. കാരണം ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് പല കാര്യങ്ങളും ഇവർ ആഗ്രഹിച്ചതിനേക്കാളും നല്ല രീതിയിൽ മംഗളമായിട്ട് വരും. ഇവർ ചിലപ്പോൾ ഒന്ന് അറച്ച് മടിച്ചൊക്കെ നിൽക്കുകയായിരിക്കും. അയ്യോ, എനിക്കിത് നടന്ന് കിട്ടുമോ, അല്ലെ ഞാൻ ചെയ്താൽ ഇത് ശരിയാവുമോ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, ഈ വഴിക്ക് മുന്നോട്ട് പോയാൽ ജീവിതം എവിടെ ചെന്നെത്തും എന്നൊക്കെ ചിന്തിച്ച് ഇവർ ഒരു പാതി അറച്ച മനസ്സോടുകൂടി ആയിരിക്കും നിലവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറയ്ക്കുകയോ പേടിക്കുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം കറക്റ്റ് ഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്നത് വലിയ ചില മാറ്റങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന് ഉതകും. പോകുന്ന ദിശ ശരിയാണ്, സത്യമുള്ള വഴിയാണ്. ഈശ്വരൻ കൂടെയുണ്ട്, മഹാദേവൻ കൂടെയുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തിനുള്ളിൽ അത്തരത്തിൽ ചില മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയം കടന്നു കിട്ടിയാൽ മതി, സർവം ഗംഭീരമാകും. അപ്പോൾ ഇവർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയാൻ മറക്കരുത്, സർവം മംഗളമായിരിക്കട്ടെ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുരുഷന്മാർ, പുണർദംകാർ എഴുതി വെച്ചോളൂ, കുറിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ചില അനുഗ്രഹങ്ങൾ, വലിയ ചില വരങ്ങൾ ജഗദീശ്വരി അമ്മ മഹാമായ മഹാലക്ഷ്മിയായിട്ട് കൊണ്ടുതരാൻ പോവുകയാണ്. മഹാലക്ഷ്മി പ്രീതി നിറഞ്ഞു തുളുമ്പുന്ന നക്ഷത്രമാണ് പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് പുണർദം നക്ഷത്രത്തിന് ഏറ്റവും ഐശ്വര്യമായിട്ട് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയാണ്. ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ, ബാധ്യതകൾ, പ്രാരാബ്ദങ്ങൾ, പണയങ്ങൾ, കാര്യങ്ങളൊക്കെ പറയാനുള്ളവരാണ് പുണർദംകാരെന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. മറ്റ് നക്ഷത്രക്കാർ ഒരു പടി മുകളിൽ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നിലവിൽ പുണർദം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം ചുമലിൽ ചുമക്കുന്നവരോ അല്ലെങ്കിൽ ചുമക്കേണ്ടി വരാൻ പോകുന്നവരോ ആണ് പുണർദം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയുന്നത്, ആ ഭാരം ചുമക്കലിന് ഒരു കൈത്താങ്ങായി ഭഗവതി അവതരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതും ആരാ അവതരിക്കുന്നത്? മഹാലക്ഷ്മി ഭഗവതിയാണ്. ആരാണ് മഹാലക്ഷ്മി? ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ആ മഹാലക്ഷ്മി ദേവി പുണർദംകാരുടെ ജീവിതത്തിൽ അവതരിക്കും. ദുഃഖ ദുരിതങ്ങൾ തീരും, സമ്പൽ സമൃദ്ധി വരും. ദൈവമേ, ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞു പോകാനുള്ള ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം തരണേ എന്ന പ്രാർത്ഥന സഫലമാകും എന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ പുണർദംകാർ പുരുഷന്മാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, മഹാലക്ഷ്മി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിനടുത്തുണ്ടെങ്കിൽ പോയി തൊഴാൻ പറയണം. മഹാലക്ഷ്മി ആലയത്തിൽ ഏറ്റവും ഐശ്വര്യമാണ്. മഹാലക്ഷ്മി ദേവിയുടെ കോവിലിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭാഗ്യം ഇരട്ടിയാകും എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമാണ് എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്.
പൂയം നക്ഷത്രക്കാരുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബഹുരസമാണ്. ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും വിഘ്നങ്ങളും ഒന്നു മാറി ജീവിതത്തിൽ അല്ലലും അലച്ചിലും തടസ്സങ്ങളും വഴിമുടക്കുകളും കൊണ്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അടുത്ത് കഴിയുമ്പോൾ അടുത്തത് എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ഈ പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. വീട്ടിൽ പൂയംകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കൊരു വല്ലാത്തൊരു സാമീപ്യം, അല്ലെങ്കിൽ അവർക്കൊരു കരുതൽ, അല്ലെങ്കിൽ അവരോടൊരു സ്നേഹം ഒക്കെ കൂടുതലായിട്ട് കാണിക്കുക. കാരണം മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്ന നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിലെ പുരുഷന്മാരെന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു പൂയംകാരനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ചേർത്ത് നിർത്തുക. അവരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ ഭഗവാൻ മുരുകൻ്റെ കൃപയാൽ ഈ പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജീവിതം അടിമുടി മാറി ഐശ്വര്യം വിളങ്ങുന്ന ജീവിതം കൈവരാൻ പോവുകയാണ് എന്നുള്ളതാണ്. വീട്ടിൽ പൂയംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ഒരു മാനസിക സംഘർഷങ്ങളും വേണ്ട. മനസ്സിന് എന്തെങ്കിലും തടസ്സങ്ങളോ ബ്ലോക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുരുകനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പറയണം. ദാണ്ടെ ഭഗവാൻ നാവിലിരുന്ന് അരുളുകയാണ്, സർവം ഗംഭീരമായി കിട്ടും പൂയം നക്ഷത്രത്തിന്. ഇവരുടെ ജീവിതത്തിൽ 8 ഗുണങ്ങൾ ഒന്നിച്ചു വരും. ഐശ്വര്യം, സമ്പൽ സമൃദ്ധി തുടങ്ങി ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും നേടി ഐശ്വര്യമായിട്ട് പോകാൻ പോകുന്ന നക്ഷത്രമാണ് പൂയം നക്ഷത്രം. ഒരു 2 മാസത്തിനകത്ത് ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ജഗദീശ്വരൻ പൊന്നുതമ്പുരാനായിട്ട് നൽകിത്തരും. അതിനുള്ള അവസരങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണ്. എല്ലാം സ്ഥാനത്ത് വന്ന് നിൽക്കാൻ പോവുകയാണ്. പൂയം നക്ഷത്രം ഏറ്റവും ഐശ്വര്യത്തിൽ കുതിച്ചുയരും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. ഒരുപാട് അനുഭവിച്ചു മൂലംകാർ പുരുഷന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു, ഇന്നും അനുഭവിക്കുന്നു. ജീവിതം ഒരു പോരാട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂലം നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത്. വല്ലാത്തൊരു പോരാട്ടമാണ്. ജീവിതത്തിൽ സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ദിവസങ്ങളിലൂടെയാണ് പലപ്പോഴും മൂലം നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലെ ഈ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണെന്നാണ് ഇന്ന് കാണാൻ സാധിച്ചത്. വീട്ടിൽ മൂലം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ പല തീരാദുഃഖം, ദൈവമേ എൻ്റെ ജീവിതകാലം ഈ ദുഃഖം തീരില്ല എന്ന് കരുതിയ പല കാര്യങ്ങൾക്കും ഈശ്വരനായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കുക മൂലം ആ വീട്ടിലും ദുഃഖങ്ങൾ അവസാനിക്കും. ആ വീടിന് മൊത്തം സന്തോഷം കൈവരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ മൂലം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം. ഭദ്രകാളി അമ്മയുടെ ഒരു കൃപയാൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കും. അതാണ് ഏറ്റവും പ്രധാനം. സങ്കടങ്ങൾ തീർന്ന് സന്തോഷം നിലനിൽക്കുന്ന പുഞ്ചിരി മുഖത്ത് വിരിയുന്ന ദിവസങ്ങൾ ഇവരെ തേടി എത്തും എന്നുള്ളതാണ്. ധൈര്യമായിരിക്കാൻ പറയണം. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഭഗവതിയുണ്ട്. ഏതാപത്തിലും അമ്മ കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ജൂൺ മാസത്തിലാണ്. ഈ ജൂൺ കഴിഞ്ഞു വരുന്ന ജൂലൈ മാസം ഉണ്ടല്ലോ, ജൂലൈ മാസം ഏതാണ്ട് പകുതി എത്തുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ ചില തുടക്കങ്ങൾ വരാൻ പോവുകയാണ്. തുടക്കങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പം പുതിയ ചില സംരംഭങ്ങൾ, പുതിയ ചില കാര്യങ്ങൾ, ഇതൊക്കെ ഇവർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സമയം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസം നേരിടുന്നവർ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവർ, തടസ്സങ്ങൾ നേരിടുന്നവർ, ആ തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കുന്ന ദിവസങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എന്നുള്ളതാണ്. എന്താണ് ജീവിതം കരുപ്പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? പല കാര്യങ്ങളും ആഗ്രഹങ്ങളായിട്ട് മനസ്സിലുണ്ട്, പക്ഷേ അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം ആ ദുരിതങ്ങളൊക്കെ തീർത്ത് ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കുന്ന കാലത്തിലേക്കാണ് ഇവർ കടന്നു ചെല്ലാൻ പോകുന്നത്. തൊട്ടതൊക്കെ പൊന്നാവും കേട്ടോ. ഏത് കാര്യത്തിന് മനസ്സിരുത്തി ഇറങ്ങിയാലും അതെല്ലാം സഫലമായി കിട്ടുന്ന ദിവസങ്ങളാണ് ഇവരെ തേടി വരാൻ പോകുന്നത്. ഒരു ദോഷങ്ങളുമില്ലാതെ ജീവിതം നന്നായി വരും എന്ന് സാരം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ
ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മറ്റ് നാളുകാരെ പോലല്ല. ഇവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വല്ലാത്തൊരു സങ്കീർണത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് നടക്കുന്ന പോലെ എളുപ്പം ഇവർക്ക് നടന്നു കിട്ടാൻ സാധ്യതയില്ലാതെ ജീവിതത്തിൽ കിടന്ന് ഉഴലിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇവരുടെ പകുതി കഴിവും പ്രാപ്തിയുള്ളവർ വരെ ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ നേടി, വലിയ വലിയ ഉയർച്ചകൾ നേടി. ഇവരുടെ അത്ര പോലും ഒരു കഴിവോ കഠിനാധ്വാനമോ ഇല്ലാത്തവർ വരെ ജീവിതത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പം ഇവർ മാത്രം ജീവിതം ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വിശാഖക്കാരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ വിശാഖക്കാർ എഴുതി വെച്ചുകൊള്ളൂ, ഈ ഓഗസ്റ്റ് മാസം കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ ചില നേട്ടങ്ങൾ, ഇന്ന് വരെ തവിഞ്ഞു കിടന്നതൊക്കെ മറ നീക്കി പുറത്തു വരുന്ന, ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമായി പുറത്തു വരുന്ന ഒരു സമയം ഉദിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഗുണം ഇവരുടെ വീടിന് മൊത്തം കിട്ടും. ആ വീടിൻ്റെ ഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വീട്ടിലൊരു വിശാഖം നക്ഷത്രക്കാരനായ പുരുഷനുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. കുടുംബത്തിൻ്റെ മൊത്തം ഐശ്വര്യമായി ഇവർ മാറുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാക്ക്, വിളി, എരിച്ചിൽ ജീവിതത്തിൽ നശിച്ചു കാണണേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചുറ്റുമുള്ളവരാണ് ഭരണിക്കാരെന്ന് പറയുന്നത്. ഭരണിക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം, പല രീതിയിലുള്ള പ്രാക്കും വിളിയും ഒക്കെ ഏറ്റ് വല്ലാതെ കിടന്ന് വലയുന്നവരാണ്. പ്രാക്കും വിളിയും എരിച്ചിലും കാരണം ഇതുപോലെ അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആ രീതിയിലാണ് ഭരണി നക്ഷത്രം ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണിക്കാരുടെ ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളെയും തൂത്തെറിഞ്ഞ് സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ ശിവഭഗവാൻ അവതരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പരമശിവന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാരുടെ, ഭരണിക്കാരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങൾ, വലിയ ചില വരങ്ങൾ ജഗദീശ്വരനായിട്ട് നൽകി അനുഗ്രഹിക്കുന്ന ഒരു കാലം പിറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഭരണിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഭരണിക്കാരായിട്ടുള്ള മുതിർന്ന പുരുഷന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ, അവർ മൂലം ആ വീടിന് ചില അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, അപ്രതീക്ഷിത വരങ്ങൾ, നേട്ടങ്ങൾ അവരുടെ വീടിന് മുഴുവൻ ഉതകുന്ന രീതിയിൽ, വീടിന് മുഴുവൻ സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ സൗഭാഗ്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഭരണിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ശിവക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറയണം. സർവം ഗംഭീരമാകും, ഭഗവാനൊപ്പമുണ്ട്, തൊട്ടതൊക്കെ നന്നായി വരും, എല്ലാം വിജയിച്ചു വരുന്ന ഒരു കാലം ഇനി ഏകദേശം ഒരു 1-2 മാസത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമായി, സമയമാറ്റമായി വന്ന് ഭവിക്കാൻ പോവുകയാണ്. സർവം ഗംഭീരമായി കിട്ടുന്നതാണ്. വീട്ടിൽ ഇവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ നാളുകാരൊക്കെ, ഭരണിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുക, ഭഗവാനെ ഭജിക്കുക, ഓം നമഃശിവായ ചൊല്ലുക, സർവം നന്നായി വരും. ഇപ്പം ഈ പറഞ്ഞ ഏകദേശം 8-9 നക്ഷത്രക്കാരാണ് ഈ സൗഭാഗ്യ സമയമാറ്റത്തിന് കടന്നു പോകുന്ന പുരുഷന്മാരെന്ന് പറയുന്നത്. എൻ്റെ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ അച്ചിട്ടായിട്ട് വരും, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വരും. എഴുതി വെച്ചുകൊള്ളൂ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം നമഃശിവായ.